ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എത്രയും സ്നേഹം തന്നെയാണ്. എൻ്റെ കൊച്ചുമക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. റിയാൻ, റഹ്മാൻ എല്ലാവരും ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പരിചയമുള്ളവരാണ്. എല്ലാവരും ഈ വേദിയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ സുദിനം, ക്രിസ്തുവിന്റെ പിറവി. ക്രിസ്തു ആരാന്ന് ആരോട് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ആരാണ് ക്രിസ്തു? ആർക്കെങ്കിലും പറയാൻ പറ്റിയ ഉത്തരം? ആരാണ് ക്രിസ്തു? യേശു. ഓക്കെ. പിന്നെ ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ, ക്രിസ്തു എന്താണ്? ലോകത്തിന് വേണ്ടി സമാധാനം നൽകാൻ വേണ്ടി വന്ന ഒരു മഹാ ഗുരു അല്ലേ? അതാണ് ക്രിസ്തു. ക്രിസ്തു ലോകത്തിന് വേണ്ടി സമാധാനം നൽകാൻ വേണ്ടി വന്നു. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു പ്രതീകമാണ് ക്രിസ്തു. മാത്രമല്ല, നമുക്കറിയാം ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? സന്ദേശം മറ്റൊന്നുമല്ല, ശത്രുക്കളെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. തന്നെ പോലെ തന്നെ ശത്രുക്കളെ സ്നേഹിക്കുക, അതുപോലെ തന്നെ അയൽക്കാരെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക. നടക്കുന്ന കാര്യമാണോ? നിങ്ങളെല്ലാം ചെയ്യോ? അയൽക്കാരെ സ്വന്തം എങ്ങനെ നമ്മൾ പെരുമാറുന്നു, സ്വന്തം ആൾക്കാരോട് എങ്ങനെ പെരുമാറുന്നു, അതുപോലെ തന്നെ നമ്മൾ അയൽക്കാരോടും ശത്രുക്കളോടും പെരുമാറണം എന്നാണ് ക്രിസ്തുദേവൻ ഉപദേശിച്ചത്. ആ ക്രിസ്തുദേവന്റെ ഒരു സുദിനമാണ് നാം ആഘോഷിക്കുന്ന ക്രിസ്തുമസ്. ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. ജന്മദിനം നമ്മൾ പൂർവാധികം ഭംഗിയായിട്ട് എല്ലാ വർഷവും നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് മതത്തിന്റെ പേരിൽ ഇന്നും നമുക്കറിയാം, ഉത്തരേന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം ക്രൈസ്തവർക്ക് നേരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നാളുകളായി തമ്മിൽ സ്നേഹിച്ച് എല്ലാവരുമായി ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടി, ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി നാം പരിശ്രമിക്കണം. നാം നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കണം, നാം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസ് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ക്രിസ്മസ് സന്ദേശം പറയുന്നതിനായി ശ്രീകുമാർ തമ്പിയെ ക്ഷണിച്ചുകൊണ്ട്. നമ്മുടെ മരിച്ചുപോയ ഒരു പ്രശസ്ത സംവിധായകൻ, നടൻ ഒക്കെ ആയിട്ടുള്ള ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഉണ്ട്. മക്കളോട് കേക്ക്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പൈസ 50 കഴിഞ്ഞ ആൾക്കാരാ, എനിക്കിനി ഒന്നും കേൾക്കില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമയുണ്ട്, ബൈബിളിലെ ഒരു വാചകം വെച്ചിട്ട്. ആ സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടാ? സിനിമയുടെ പേര് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? സിനിമ വാടകയ്ക്ക് വീടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ മോഹൻലാല് ആർക്കെങ്കിലും അറിയോ? ഇതറിയോ? സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ട് മോഹൻലാലിന്റെ, കണ്ടിട്ടാ? അതില് ആ വാക്ക് വന്നത് ബൈബിളിൽ നിന്നാണ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമ്മൾ ചെയ്യുന്ന കടമകളൊക്കെ നന്നായി ചെയ്ത് നമ്മൾ ആൾക്കാരെയൊക്കെ സ്നേഹിച്ച് ആരോടും വഴക്കൂടാനൊക്കെ പോവാതെ വൈകുന്നേരം വന്ന് നമ്മൾ ഒരു ദിവസം നല്ല കാര്യങ്ങൾ ചെയ്താൽ വൈകുന്നേരം നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? വൈകുന്നേരം നമ്മൾ ചെയ്ത പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് നമുക്ക് ഉറക്കം പറ്റില്ല. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? നല്ല കാര്യങ്ങൾ ചെയ്യുക, സന്മനസ്സോട് ജീവിക്കുക. അപ്പൊ ഇവിടെ ഒരു പുതുവത്സര ക്രിസ്മസ് സന്ദേശം വായിക്കാനാണ് ഇപ്പോൾ നജീബ് സാർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ വായിച്ചിട്ടില്ല, അവിടെ എഴുതി തന്നാണ്. ഞാൻ അതേപോലെ വായിക്കുന്നു. വലിയ വലിയ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. എങ്കിലും ഇതിന്റെ രത്നം ചുരുക്കം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരെ സ്വന്തം സഹോദരങ്ങളോട് സാർ പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. പിന്നെ ഈ ക്രിസ്മസ് വരുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു സന്തോഷം വരുന്നത് എങ്ങനെയാ മക്കളെ? ക്രിസ്മസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാ സന്തോഷം കിട്ടുക? ക്രിസ്മസ് വരുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ നല്ല മഞ്ഞ്, തണുപ്പ്, പിന്നെ റോഡിലൊക്കെ പുൽക്കൂട്, വീടുകളിലൊക്കെ ലൈറ്റ്, മറ്റേ അതുപോലെ തന്നെ എന്താ പറയുക നക്ഷത്രങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? പിന്നെ രാത്രി പള്ളിയിലേക്ക് പോകുന്നു, പാതിരാ കുർബാനയ്ക്ക് പോകുന്നു, അത് കഴിഞ്ഞ് വരുമ്പോൾ ബീഫും വെള്ളയൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണ കുട്ടികളുടെ മനസ്സിൽ ക്രിസ്മസ് വരിക. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു കാര്യങ്ങളുണ്ട്, വലിയ സന്ദേശങ്ങളുണ്ട്. ഞാൻ ഈ സന്ദേശത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വായനാ പ്രേമികളെ,
സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒത്തുചേരലിന്റെയും വലിയ സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ലോകത്തിന് കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും ഉദാത്തമായ മാതൃക നൽകിയ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുമ്പോൾ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലും പടരേണ്ടതുണ്ട്. ഒരു ഗ്രന്ഥാലയം എന്ന വാക്ക് കേവലം പുസ്തകങ്ങൾ അടക്കി വെച്ച അലമാരകളല്ല, മറിച്ച് അതൊരു നാടിന്റെ സംസ്കാരവും ഒത്തൊരുമയും തുടിക്കുന്നിടമാണ്. നമ്മുടെ റണ്ണേഴ്സ് ലൈബ്രറി ഈ പ്രദേശത്തെ മനുഷ്യരെ അറിവിലൂടെയും സ്നേഹത്തിലൂടെയും കോർത്തിണക്കുന്ന ഒരു ചങ്ങലയായി വർദ്ധിക്കുന്നു. ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ ഇരുളിൽ വെളിച്ചം വീശുന്നതുപോലെ അറിവിന്റെ വെളിച്ചം പകർന്നു നൽകാൻ നമ്മുടെ ലൈബ്രറിക്ക് സാധിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയിൽ പുസ്തകങ്ങൾക്കൊപ്പം തന്നെ മനുഷ്യത്വവും പരസ്പര ബഹുമാനവും വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. പങ്കുവയ്ക്കലിന്റെ മഹത്വമാണ് ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നത്. അറിവ് പങ്കുവച്ചും പരസ്പരം സഹായിച്ചും ഈ നന്മയുടെ കാലത്തെ നമുക്ക് ധന്യമാക്കാം. പുതുവത്സര ചിന്തകൾ. മുന്നിൽ തെളിയുന്ന 2026 എന്ന പുതുവർഷം നമുക്ക് മുന്നിൽ ഒരു പുതിയ പുസ്തകം പോലെയാണ്. അതിലെ 365 പേജുകളിലും നന്മയുടെയും വിജയത്തിന്റെയും കഥകൾ എഴുതി ചേർക്കാൻ നമുക്ക് സാധിക്കട്ടെ. കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളെ നിലനിർത്തിക്കൊണ്ടും കോട്ടങ്ങളെ തിരുത്തിക്കൊണ്ടും കൂടുതൽ മികച്ച വായനയിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് കടക്കാം. റണ്ണേഴ്സ് ലൈബ്രറി എന്ന ഈ വലിയ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസും എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്ന ഒരു ഉജ്ജ്വലമായ പുതുവർഷവും ആശംസിക്കുന്നു. നമുക്ക് ഒന്നിച്ചു വളരാം, അറിവിലൂടെ ലോകത്തെ മാറ്റാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. നന്ദി. പഠിക്കോ കുറച്ച് ബാക്കിലുണ്ട്. പാടണോ? വയൽ വന്നോ, വേഗം വന്നോളൂ, വന്നോളൂ, വേഗം വന്നോളൂ. ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി. ആ ഒന്ന് പാടിക്കോ, പാടിക്കോ. ഹലോ. മനസ്സുകളിൽ ഒരു പോരാനന്ദമകതാരിപ്പോ
പുഷ്പോലരിയുമ്പോഴാനന്ദം ആകാശതാരങ്ങളെ പുതിയൊരു ആത്മീയ സ്തുതി പാടുവിൻ ആകാശതാരങ്ങളെ പുതിയൊരു ആത്മീയ സ്തുതി പാടുവിൻ ക്രിസ്മസ് രാവ് ക്രിസ്മസ് രാവ് ക്രിസ്മസ് രാവ് ക്രിസ്മസ് രാവ് കണ്ണീരു തൂകുന്ന പാവങ്ങളെല്ലാരും ഒന്നിച്ചു പാടുന്നിതാ ഹോ 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 ഹോ. ദൈവിക വിളിപാടിൻ പൊരുളായി ഇമ്മാനുവേലിന്റെ അവതാരം ആത്മീയ ജീവന്റെ അമൃതായി ആവാപിതാവിന്റെ സമ്മാനം ഉണ്ണിയേശുവിന്ന് പൊന്നുമീനായി എന്റെ ജീവിതം ഞാൻ നീക്കി വെക്കുന്നിതാ ഓ സ്നേഹാനന്ദ തുള്ളി വീഴുന്ന ക്രിസ്മസ് രാവ് ക്രിസ്മസ് രാവ് ക്രിസ്മസ് രാവ് ക്രിസ്മസ് രാവ് കണ്ണീരു തൂകുന്ന പാവങ്ങളെല്ലാരും ഒന്നിച്ചു പാടുന്നിതാ ഹോ 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 ഹോ. മതവൈര്യം മറയുമ്പോൾ മേരി ക്രിസ്മസ് മനസ്സൊന്നു ചേരുമ്പോൾ അത് ക്രിസ്മസ് പാവങ്ങൾക്കൊരു നേരം ആഹാരം പകരുമ്പോൾ അത് ഹാപ്പി ക്രിസ്മസും ആരെങ്കിലും പാടുണ്ടോ? ആരെങ്കിലും പാടുന്നുണ്ടാ? കേക്ക് കട്ടിങ് ഒരു പാട്ട് ഞാൻ പാടാം ചെറുതായിട്ട്. ഞാൻ പാടുന്നുണ്ട്. പാടണോ? അവനെ ബഹുമാനിച്ചു വരാൻ തോന്നുന്നു. താരം തെളിഞ്ഞു രാവിൽ വെള്ളിമേഘം നിരന്നു വാനിൽ ആമോദമോടെ നിന്നു വാനവും ഭൂമിയും തൂവൻ പ്രശോഭ തൂകി പകദൂതർ നിരന്നു ചേർന്നു മാലാകമാരും ഒന്നായി ഗ്ലോറിയ പാടുവാൻ പുഞ്ചിരി തൂകി നിലാവലയം വന്നു കുന്തോണിയേറി തിരുനാഥന് മംഗളമേകിടുവാൻ പാടി വാഴ്ത്തിടുവാൻ പുഞ്ചിരി തൂകി നിലാവലയം വന്നു കുന്തോണിയേറി തിരുനാഥന് മംഗളമേകിടുവാൻ പാടി വാഴ്ത്തിടുവാൻ. നമ്മളെ കെട്ടിയാൻ വിളിച്ചോളൂ. ചേട്ടനെ വിളിക്കല്ലേ? അത് കേക്ക് കെട്ടി നീ ഇത് എടുത്ത് വയ്ക്കും. ഇനി അടുത്തത് ആരെങ്കിലും പാടാനുണ്ടെങ്കിൽ വരണം. റയാൻ പാടണ വേണ്ട, റിഹാൻ പാടണ. റിഹാൻ ഒരു പാട്ട് വരൂ. റിഹാൻ എന്ത് പാട്ടാണോ പാടുക? ഓണാക്കിയ Después de que las
അവനെ സ്കൂളിൽ പഠിപ്പിച്ച ഓക്കെ വെൽ വെരി ഡൺ ഗുഡ്. ഷെയ്ഖ് കൺഗ്രാലേഷൻസ്. പാട്ട് പാടണ്ട പാടിയില്ലോ. മുറിക്കാം മുറിക്കാം ഹലോ ഹലോ അവന് വേറെ വേറെ കുട്ടികൾക്കും കുറുമ്പ് പാട്ടല്ലേ വരൂ വരൂ എല്ലാവരും വരൂ എല്ലാവരും വരൂ എല്ലാവരും വരൂ എല്ലാവരും അവിടെ നിൽക്കേ പാട്ട് 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 വയ്ക്കും We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good times, new times and dreams to you. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas, Merry Christmas, Merry Christmas and a Happy